Hello everyone and welcome back. I am Ilhan. ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പൂച്ചെടികളും പിന്നെ ഒന്ന് രണ്ട് ഇലച്ചെടികളും കാണിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത്. അതുപോലെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ്. നിങ്ങളുടെ DTDC ഓഫീസിൻ്റെ അടുത്തുള്ള പിൻകോഡാണ് നിങ്ങൾ അഡ്രസ്സിൽ വെക്കേണ്ടത്. അതുപോലെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പറും കൂടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് കാണാം. പൂച്ചെടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പ്ലാന്റ് എന്ന് പറയുന്ന റോസാ ചെടിയാണ്. റോസാ ചെടി ഉണ്ടോ എന്നാണ് മിക്ക ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്നതും. അപ്പോൾ ബട്ടൺ റോസിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട്. അതിൻ്റെ തന്നെ വൈറ്റ് കളറും യെല്ലോ കളറും റോസ് കളറും, ഈ 3 കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. വീഡിയോയിൽ കാണുന്ന ഈ ചെടികൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നതും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ്, നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെയുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഈ റോസാ ചെടികൾക്ക് 70 രൂപയാണ് വില വരുന്നത്, 70 rupees. റോസാ ചെടി ഇഷ്ടമുള്ളവർ അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ബട്ടൺ റോസിൻ്റെ കൂടെ കാശ്മീരി റോസും നമുക്ക് സെയിലുണ്ട്. വാങ്ങിക്കുന്ന സമയത്ത് അതും കൂടെ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അതും തരാം. കുറ്റിച്ചെടികളും ഹാങ്ങിങ് ചെടികളും ഒക്കെ നമ്മുടെ ഗാർഡൻ അലങ്കരിക്കുമ്പോൾ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് കൂടെ ഉണ്ടെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ? അപ്പോൾ അടുത്ത ഒരു പ്ലാന്റ് ക്രീപ്പിംഗ് പ്ലാന്റ് തന്നെയാണ്. അലമാൻഡ പ്ലാന്റ് ആണ്. നല്ല മഞ്ഞ കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന അലമാൻഡ ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. പല സ്ഥലത്തും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കയറി പടർന്ന് നിറയെ പൂത്ത് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടായിരിക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട്. ചെടികൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് എന്നുള്ളത്. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഹെൽത്തി ചെടി അയക്കണേന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു വലുപ്പത്തിലുള്ള ചെടികളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഈ പ്ലാന്റിന് 50 രൂപയാണ് വില വരുന്നത്. നല്ല യെല്ലോ കളർ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മെലസ്റ്റോമ പ്ലാന്റ്. പക്ഷേ നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റും കൂടിയാണിത്. നിറയെ പൂക്കളുണ്ടാവും, പരിചരണം വളരെ കുറവ് മതി എന്നതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. മെലസ്റ്റോമയുടെ ഒരുപാട് തൈകൾ നമ്മൾ സെയിൽ ചെയ്തിരുന്നു. അതൊക്കെ ചെറിയ തൈകളായിരുന്നു. ഒരുപാട് വലിയ തൈകളും സെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ തൈകളുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ ബഡ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിന് 60 രൂപയാണ് വില വരുന്നത്. 60 രൂപയ്ക്ക് ഈ പ്ലാന്റ് വളരെ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഞാൻ ആർക്കും വിവരിച്ച് തരേണ്ട കാര്യമില്ല. മെലസ്റ്റോമ പ്ലാന്റ് ആവശ്യപ്പെട്ട ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മെലസ്റ്റോമയുടെ വയലറ്റ് കളറാണ് ഈ പൂക്കൾ. ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. ഒരു സ്റ്റൈലിഷ് ഇൻഡോർ പ്ലാന്റാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പ്ലാന്റാണിത്. ചൈന ഡോൾ. ഇൻഡോറിൽ മാത്രമല്ല ഔട്ട്ഡോറിലും നമുക്ക് ഈ പ്ലാന്റിനെ വെക്കാം. ചൈന ഡോളിൻ്റെ വലിയ പ്ലാന്റ് 300 രൂപയുടെ വലിയ പ്ലാന്റ് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിരുന്നു. ഇത്തവണ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ചെറിയ പ്ലാന്റാണ്. എല്ലാവർക്കും ഈ ചെടികളൊക്കെ വാങ്ങിക്കണമല്ലോ. ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഇതിന് 120 രൂപയാണ് വില വരുന്നത്. ചൈന ഡോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചൈന ഡോൾ പ്ലാന്റ് ഇഷ്ടമുള്ളവർ വേഗം തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. 120 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ വളർത്താവുന്ന ഒരു ഫൈക്കസ് പ്ലാന്റ് ആണ് ഇനി നമ്മൾ കാണിക്കുന്നത്. ട്രയാങ്കിൾ ഫൈക്കസ് പ്ലാന്റ്. ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. നല്ല ഡാർക്ക് ലീഫും അതിൻ്റെ സൈഡിൽ കൂടെ വൈറ്റ് കളർ ബോർഡറുമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. ട്രയാങ്കിൾ ഫൈക്കസ്. ഈ പ്ലാന്റിന് 60 രൂപയാണ് വില വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുമാണ്.
പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ഒന്ന് കാണിക്കാമോ എന്ന്. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക. 70 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില. എക്കാലത്തും എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലാന്റാണ് ബോഗൺവില്ല പ്ലാന്റ്. ബോഗൺവില്ലയുടെ ഒരുപാട് തൈകൾ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുതിയ തൈകൾ റെഡി ആയിട്ടുണ്ട്. പീച്ച് കളറും വൈറ്റ് കളറും 2 കളേഴ്സ് പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 80 റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് നമ്മൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഓരോ വീഡിയോയിലും കാണിക്കുന്ന പ്ലാന്റ്സ് അല്ലാതെ മറ്റ് പല പ്ലാന്റ്സും നമുക്ക് സെയിലിനുണ്ട്. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സും ഇലച്ചെടികളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. കാറ്റലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ ചെടികളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ അമർത്താനായിട്ട് ശ്രദ്ധിക്കുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.